ഉണ്ടാക്കാൻ പോകുന്നത് വട കൂട്ടുകറിയാണ്. അതും ഓണത്തിന്റെ സമയത്ത് വളരെ പോപ്പുലർ ആയിട്ട് ഉണ്ടാക്കുന്ന. ഇത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതാരാ വേറൊരാള്? ഇതാണ് പ്രസന്ന ആന്റിയുടെ രണ്ടാമത്തെ മോളാണ്, നന്ദിനി ചേച്ചിയാണ്. ചേച്ചിയും ദുബായിൽ നിന്നാണ്. അപ്പം വടക്കൂട്ടുകറിയാണ് ചേച്ചി ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളോട് നിൽക്കുന്നത്. അപ്പം ചേച്ചി ദുബായിലൊക്കെ ചേച്ചി ഇത് ഓണ സമയത്ത് അവിടെ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്നാണ്. ബിക്കോസ് ഇത് ട്രിവാൻഡ്രം സൈഡിലാണ്. മെയിൻലി ഞങ്ങൾ ഓണസദ്യ കൂടുമ്പോഴത്തേക്കും ഓരോരുത്തർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കും ഓരോ ഡിഷസ് എന്തൊക്കെയാണ്. അപ്പം വടക്കൂട്ടുകറിയാണ് എനിക്ക് വരിക. എല്ലാ സദ്യക്കും എനിക്ക് വരുന്ന ഒരു ഡിഷാണ് വടക്കൂട്ട്. അപ്പൊ അത്രയും സക്സസ്ഫുൾ ആയിട്ട് അവിടെ ഉണ്ടാക്കി പോകുന്ന ഒരു സാധനമാണ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഒന്ന് പറഞ്ഞേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അമ്മേനെ ഒന്ന് പഠിപ്പിച്ചാണല്ലേ. അപ്പൊ ഈ വടക്കൂട്ട് കറി എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്താ? ആദ്യം എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് ആദ്യം ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കും. ഉരുളക്കിഴങ്ങും സവാള ഇതെല്ലാം ഇട്ടിട്ട് ഒരു മസാലക്കറി. അതിനുശേഷം വട ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടും. ഓ അങ്ങനെ. അപ്പൊ രണ്ട് സൈഡ് ഉണ്ട് ഇതിന്, ഈ കറിക്ക്. ഓക്കെ. അപ്പം ഈ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന പറയാം. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ: ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, പിന്നെ ആവശ്യമുള്ളത് ഇത്. പിന്നെ പൊടികളാണെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിനുള്ള, പിന്നെ തേങ്ങാപ്പാല്, ഒന്നാം പാലും രണ്ടാം പാലും, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ അതൊക്കെ കടുക് പൊട്ടിക്കുന്നതിന് വേണ്ട സാധനങ്ങൾ. മുളക്, കടുക്. അപ്പം നമ്മൾ ആദ്യം ഇനി കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ആദ്യം ഒരു അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു വറ്റൽ മുളക് ഇടണം. എത്രയാണ്? 2 മുളക്. ഓക്കെ. ഇനി കുറച്ച് കറിവേപ്പില, അതൊന്ന് പറിച്ചിടുകയാണ്. പിന്നെ സവാള അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊരു രണ്ടെണ്ണം, 2 വലിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുകയാണ് വലുതായിട്ട്. അതും ഇട്ടു. ഇതിപ്പോൾ കറി മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ മുളക് ഇടാം. മുളകല്ലേ? ഓക്കെ. മുളകിടുവാണ്. ഇത് എത്ര? ഒരു 4 മുളക്, എരിവിനനുസരിച്ച് അല്ലേ? കുറച്ച് മതി. എരിവിന് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഇടാം. ഓക്കെ. ഉരുളക്കിഴങ്ങ് ഇടാണ്. ഉരുളക്കിഴങ്ങ് ഇതിലിടാം. ഇത് എത്ര? 2 ഉരുളക്കിഴങ്ങിനുള്ള അല്ലേ? ഇത് വെറുതെ അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. തൊലി കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടു. അപ്പം എന്തായാലും ഉരുളക്കിഴങ്ങ് ഇപ്പം നമ്മൾ പൊടി ഇടാം. ഓക്കെ. അപ്പം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ സവാള, ഉള്ളി, പിന്നെ പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയിരിക്കുകയാണ്. ഇനി മഞ്ഞൾപ്പൊടി. ഇത് എത്രയായിരുന്നു? ഒരു 1/2 ടീസ്പൂൺ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി. അത് എരിവിന് മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അതും 2 ടീസ്പൂൺ. അത് എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലാണ് അല്ലേ? കുഞ്ഞു പിള്ളേർ, ഇപ്പം നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ വളരെ ചെറിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എരിവ് ഇഷ്ടമാണ്. ഇനി ഇത് മല്ലിപ്പൊടി. അതും 2 ടീസ്പൂൺ. 2.5 ടീസ്പൂൺ. ഇത് നന്നായിട്ട് വഴട്ടാം. ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്? അപ്പം അല്ലല്ല, ഇത് കുറച്ചൊന്ന് ഇതായിട്ട് പൊടിയൊക്കെ ഒന്ന് വഴണ്ടിട്ട് വെള്ളം ഒഴിക്കാം അല്ലേ? തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇപ്പം തേങ്ങാപ്പാലാണ് ഇപ്പം നമ്മൾ ഒഴിച്ചത്. ഇത് എത്ര? ഒരു 1.5 കപ്പ്. 1.5 കപ്പ് എടുക്കാം. ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ, അതായത് രണ്ടാം പാലാണ് ഒഴിച്ചത്. ഇതിലിപ്പം രണ്ടാം പാൽ ഒഴിച്ചു, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഒരു ബ്രേക്ക് എടുക്കാം അല്ലേ? അപ്പം വെൽക്കം ബാക്ക്. നല്ലപോലെ തിളച്ചിരിക്കുകയാണ്. ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ ഇതെല്ലാം അടച്ചു വെച്ചു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, ഇതെന്താണെന്നും വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി. അപ്പം ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 3-4 hours കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് അരയ്ക്കും. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല അല്ലേ? വെള്ളം ഒഴിക്കാണ്ട് മറ്റേ വടക്ക് അരയ്ക്കുന്ന പോലെ, സാധാരണ വടക്ക് അരയ്ക്കുന്നത്. പിന്നെ ഉപ്പും ഇടുകയുള്ളൂ. അത് കഴിഞ്ഞ് അരച്ച് വെച്ചിട്ട് മറ്റേ വട പോലെ വലുതായിട്ടല്ല ഉണ്ടാക്കുക. സ്മോൾ ബോൾസ് ആയിട്ട്, ചെറിയ ബോൾസ് ആയിട്ട് സ്പൂണിലൊഴിച്ച് എണ്ണ ചൂടാക്കി അത് ബോൾസ് ആയിട്ട് വട ഉണ്ടാക്കി എടുക്കുക. അത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ. അപ്പം
അപ്പം ഇതാണ് വട നമ്മളുടെ. അപ്പം ഇനി ഇതിലിടുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കണം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്ത് വട ഇടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പം നമുക്കിനി ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ എത്രയാണ്? നേരത്തെ ഒഴിച്ച പോലെ 1.5 കപ്പാണോ? അതെ, 1.5 കപ്പ് ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ തിളക്കണ്ട, പിന്നെ തിളയ്ക്കാൻ തിളക്കണ്ട, നല്ല ചൂടായാൽ മതി. ഓഫ് ചെയ്ത് അപ്പം ഇനി വട കൂടെ ഇടാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഈ കറി അകത്തേക്ക് പിടിക്കാൻ, വടയിലേക്ക് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടാണ് ടേസ്റ്റി ആവുള്ളൂ. അടച്ചു വയ്ക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇനി കുതിരാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി 2 പേരും കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. 3ാമത്തെ മകളും ശാലിനി ചേച്ചീനെയും പിന്നെ നമ്മുടെ അമ്മാമ്മേനെയും. അതായത് 4 ജനറേഷനെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിനി വടക്കൂട്ട് കറി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മമ്മേ ടേസ്റ്റ് ചെയ്തോട്ടെ. അതെ, ഊതി. നല്ല സ്വാദ് അമ്മച്ചി, നല്ല സ്വാദ്, നല്ല സൂപ്പർ വെള്ളം, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ആ കൂട്ടുകറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കൊന്ന് സദ്യയിൽ ഇതില്ലാണ്ട് നിങ്ങൾ സദ്യ വിളമ്പരുതെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അമ്മച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്നത് അമ്മച്ചിയല്ലേ ഇത്? ഇതിങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് പിള്ളേർക്ക് എല്ലാവർക്കും കിട്ടിയിട്ട് അതുപോലെ ചെയ്യുമല്ലോ. അവരുടെ സ്വാദം എൻ്റെ ഇത് തന്നെ. അപ്പൊ നമ്മുടെ ഇനി കുറച്ച് പേര് മിസ്സിംഗ് ആണ്. കുട്ടികൾ മിസ്സിംഗ് ആണ്. അവിടെ ചിലവര് സ്പൈക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ ജെല്ലൊക്കെ തേച്ച് സ്പൈക്ക് ചെയ്തിട്ടൊക്കെ 2 പേര് ഇപ്പം വരും. ഇവിടെ വന്ന് അപ്പം നമ്മളിപ്പം പ്രസന്ന ആൻറ്റിയുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. പല ജനറേഷൻസ്, അതായത് മുത്തശ്ശിയുടെ മോളുടെ 3 മക്കൾ, അവരുടെ മക്കൾ എല്ലാവരുമായിട്ടാണ് നമ്മൾ അടിപൊളി ഒരു അവിയലൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് വട കൂട്ടുകറി ഉണ്ടാക്കി. എന്തായാലും നിങ്ങളിതെല്ലാം ആസ്വദിച്ച് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓണത്തിനും ഈ വിഭവങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക. ഈ റെസിപ്പി നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യണം. www.amrudatv.com/tasteofkerala. ഇതുപോലൊരു അടിപൊളി എപ്പിസോഡായിട്ട് അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തും. മറക്കാതെ കാണുക. Till then, it's bye from Sarah.